ഹായ് അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഒരു അടിപൊളി ഏരിയയിലാണ് ഞാനുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിലാണെന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് ടൗണിൽ വിക്ടോറിയ കോളേജ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ആ വിക്ടോറിയ കോളേജിൽ നിന്നും വളരെ അടുത്ത് കാണുന്ന അല്ലേ ഒരു ബൈപ്പാസ് റോഡ് നമുക്ക് വരാം. ഒരു മലമ്പുഴയിലേക്കൊക്കെ പോകുന്നൊരു റോഡുണ്ട്. ആ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ പുത്തൂർ അമ്പലം എല്ലാവർക്കും അറിയാം അല്ലേ? പുത്തൂർ ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് പാലക്കാട്ടുകാരെ സംബന്ധിച്ച് അല്ലേ? ആ പുത്തൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കല്ലേപ്പുള്ളിക്ക് പോകുന്ന റോഡല്ലേ അത് നമ്മൾ വന്നല്ലേ? കല്ലേപ്പുള്ളിക്ക് പോകുന്ന റോഡ്. ആ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ വരാനുള്ളൂ കേട്ടോ. ധാരാളം വീടുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ടാർ റോഡ് സൗകര്യങ്ങളൊക്കെയുള്ള ദിനേന വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? വളരെ മനോഹരമായൊരു പ്രദേശം എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുക. കാരണം ഒരു വീടിൻ്റെ മുകളിലൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മലമ്പുഴയിൽ ആ തല ഉയർത്തി നിൽക്കുന്ന ആ എന്താണ് അല്ലേ നമ്മൾ പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. മലമ്പുഴയും അതിൻ്റെ പരിസര പ്രദേശങ്ങളല്ലേ? മലമ്പുഴയിൽ നിന്നാ പോകുന്ന മല ഇങ്ങനെ പോയി നമ്മൾ കല്ലടക്കോട് വരെയൊക്കെ പോകുന്നല്ലേ? എന്തായാലും നിരവധി പുതിയ ചെറുതും വലുതുമായ വീടുകളൊക്കെയുള്ള ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് പുത്തൂർ ജംഗ്ഷൻ അല്ലേ? പുത്തൂരും അതേപോലെ പുത്തൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വരും പൂജാനഗർ കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ മാതാ അമൃതാനന്ദമയി മഠം കാണാം അല്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി തന്നെയാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കാണിക്കാനുള്ളത് ഈ ഒരു മനോഹരമായ പ്രദേശത്ത് ഒരു 8 സെൻറ്റിൻ്റെ അടുത്ത് 7.8 അത്രയുള്ള ഒരു സ്ഥലമാണ്, ഒരു പ്ലോട്ടാണ് കാണിക്കാനുള്ളത്. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലേ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ തോന്നുന്ന നല്ലൊരു സൈലൻ്റായ പ്രദേശമാണ്. പാലക്കാട് ടൗണിലേക്ക് വളരെ അടുത്താണ്. വിക്ടോറിയ കോളേജ് ഞാൻ പറഞ്ഞത്, വിക്ടോറിയ കോളേജിൽ നിന്നും ഒരു 2 കിലോമീറ്റർ മാത്രം, 2-2.25 കിലോമീറ്റർ വന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്തെത്തും. എന്തായാലും നമുക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ധാരാളം വലിയ വലിയ അപ്പാർട്ട്മെൻറ്റൊക്കെ കാണാൻ കഴിയില്ലേ? നമ്മൾ കല്ലേപ്പുള്ളി ജംഗ്ഷൻ ഇവിടുന്ന് അടുത്തല്ലേ? കല്ലേപ്പുള്ളി ജംഗ്ഷൻ 1 കിലോമീറ്ററിൽ. ഈ റോഡ് നേരെ എവിടെ പോവാ? കല്ലേപ്പുള്ളി ജംഗ്ഷനിലെത്തി. ഈ റോഡ് പോയാലും മെയിൻ റോഡിലെത്തും അല്ലേ? അപ്പോൾ മെയിൻ റോഡിലേക്ക് ഒരു 1 കിലോമീറ്റർ താഴെയുള്ളൂ. അത്രയില്ല, 1/2 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലെത്തും. എന്തായാലും മലമ്പുഴ റോഡ് 6 കിലോമീറ്റർ ആയി മലമ്പുഴ റോഡിലെത്തി. മലമ്പുഴയ്ക്ക് എത്ര ഉണ്ടാവും? ഏകദേശം 6 കിലോമീറ്റർ മലമ്പുഴ ഡാമിലൊക്കെ അവിടത്തേക്ക് അല്ലേ? അതേപോലെ നമുക്ക് കഞ്ചിക്കോട് പോകാൻ ഈ റോഡ് ഉപയോഗിക്കാം അല്ലേ? 100 ഫീറ്റ് റോഡല്ലേ അത്? ആ റോഡ് 100 ഫീറ്റ് റോഡ്. അപ്പം നല്ല വലിയ റോഡാണ്. അത് കഞ്ചിക്കോട് ITIക്കൊക്കെ പോകാൻ വളരെ പെട്ടെന്നില്ലേ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റോഡൊക്കെയുള്ള റോഡ് സൗകര്യമുള്ള. അത് മാത്രമല്ല ഈ ഒരു പ്രദേശം മുഴുവനും ഇല്ലേ വീടുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ധാരാളം വീടുകളൊക്കെയുള്ള ഒരു ഏരിയ തന്നെയാണ്. എന്തായാലും ഇന്ന് കാണിക്കുന്ന ഈ ഒരു മനോഹരമായ പ്രദേശത്തിൻ്റെ നമുക്ക് ആ ഒരു പ്ലോട്ടിലേക്കൊന്ന് കയറി നോക്കാമല്ലോ. ഈ ഒരു പ്ലോട്ട് എന്നുള്ളത് നമുക്കതിൻ്റെ ഒരു അതിരിത ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങനെ കരിങ്കല്ലിട്ട് കെട്ടിയിട്ടുണ്ട്, അതുവരെ കരിങ്കല്ലിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ല ഒരു മനോഹരമായൊരു വീടും അതിനോട് ചേർന്നൊരു മതിലൊക്കെ കാണാനുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ഒരു മതിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്കിവിടെ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞില്ല, വേനൽക്കാലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പുല്ലൊന്നും വെട്ടി കാടൊന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. വലിയൊരു കാടും ചെടിയൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇതാണ് ഒരു പ്ലോട്ട്, ഒരു സ്ക്വയർ പ്ലോട്ട് എന്ന് പറയാം. ബാക്കിൽ നമുക്ക് വന്നിട്ട് ഒരു കമ്പിവേലിയും ഒരു ചെറിയ ഫൗണ്ടേഷനൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ അതിരിൽ വന്നിട്ട് അവിടെ തൊട്ട് ഫ്രണ്ടേജ് വരെയും നല്ല രീതിയിൽ കരിങ്കല്ലിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിരൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ എന്തായാലും പാലക്കാട് ടൗൺ പ്രദേശത്ത് അതായത് ഇതാണ് അതിരെന്ന് പറയാം. ഇവിടുന്ന് അതുവരെയും നമുക്ക് നല്ല രീതിയിൽ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ടൗണിൽ നിന്ന് വളരെ അടുത്ത് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വീടൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, താമസിക്കാനൊക്കെ താല്പര്യമുള്ള ആൾ കേരളെടുക്കണം കേട്ടോ. കേരളെടുത്തിട്ടതിന് ശേഷമേ നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വീടിന് സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾ, അതല്ല ടൗണിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ സ്ഥലം വാങ്ങിച്ചിടണം എന്നുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾക്കൊക്കെ സത്യത്തിൽ ഇവിടെ വാങ്ങിച്ച സമയത്ത് തന്നെ ഒരു 4-5 തെങ്ങൊക്കെ അതിരിലൂടെയൊക്കെ വെച്ച് ചെറിയ മാവൻ തൈകളൊക്കെ വെച്ചാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പിക്ചർ തന്നെ മാറും, വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ ഈ ഒരു പരിസരത്തുള്ള വീടുകളിലൊക്കെ കണ്ട സമയത്ത് തെങ്ങും മുരിങ്ങയും മാവൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായൊരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ മനോഹരമായൊരു പ്ലോട്ടായിട്ട് നമുക്ക് ആ ഒരു പച്ചപ്പുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും. എന്തായാലും ഈ ഒരു
7.8 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രോക്കർമാർ അങ്ങനെ ഇടനിലക്കാർ ആരുമില്ല. നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായി കോൺടാക്റ്റ് ചെയ്യാം. ഓണറുടെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു വില കൂടി പറഞ്ഞല്ലേ, 1 സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥർ ആവശ്യപ്പെടുന്നത് 3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ 3.5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു ഫൈനൽ പ്രൈസ് അല്ല, നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം. എന്തായാലും ഡോക്യുമെൻ്റലി ഉള്ള ഓണർ ഓസ്ട്രേലിയയിലാണ്. അവിടെ നിന്നാണ് നമുക്ക് വിളിച്ച് ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അവരുടെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ അതിലേക്ക് വിളിക്കുക. എന്തെങ്കിലും വിലയിലൊക്കെ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ ഈ ഒരു പ്ലോട്ട് കാണാൻ വരുമ്പോഴും അവരെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഈ ഒരു പ്ലോട്ട് വന്ന് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ സാധാരണ പറയാറുള്ള എൻ്റെ ഒരു നമ്പർ കൂടെ പറയാം, 9995461114. നമ്പർ ഒന്നുകൂടെ പറയാം, 9995461114. ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നില്ല. ഇവിടെയുള്ള സൗകര്യങ്ങൾ ഞാൻ എടുത്തു പറയാത്തത്, പാലക്കാട് ടൗണിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് അല്ലേ. നമുക്ക് മാതാ അമൃതാനന്ദമയുടെ സ്കൂൾ അല്ലേ, കോളേജോ സ്കൂളോ അത് തൊട്ടടുത്തുള്ളത് സ്കൂളാണ് അല്ലേ. സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. കൊട്ടേക്കാട് ജംഗ്ഷനിലേക്കും അതേപോലെ തന്നെ കല്ലേപ്പുള്ളിയിലേക്കൊക്കെ വളരെ അടുത്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാലക്കാട് ടൗണിലേക്ക് 2 കിലോമീറ്റർ നമ്മൾ വിക്ടോറിയ കോളേജിലേക്ക് പറഞ്ഞില്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും. PMG സ്കൂൾ ആയിക്കോട്ടെ, ഭാരത് മാത ആയിക്കോട്ടെ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ടൗണിലുള്ള മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലുകളും, അതൊന്നും നമ്മൾ ഓരോന്നായി എടുത്തു പറയാത്ത നിരവധി തവണ കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു മനോഹരമായ പ്രദേശം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് നേരിട്ട് കോൾ ചെയ്യുക, നേരിട്ടൊന്ന് കാണുക. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നുമില്ല, പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ ബൈ.